ലിസബത്ത് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്, ആ രീതിയിലല്ല, ഇത് കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. മത്തിയൊക്കെ അതിൽ കുറേ മുള്ളുകളുണ്ടല്ലോ, അതുകൊണ്ട് മത്തി അത്ര നന്നാവില്ല. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലയാണ്. 3 അയല എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ അയലയാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ വലിയ മീനാണെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വറുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ലൈസ് ചെയ്യാണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. അതൊരു 15 മിനിറ്റ് വയ്ക്കുന്നത് നന്നായിരിക്കും. അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നാലാണ് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുക. നത്തോലി പോലെയുള്ള ചെറിയ മീനുകളൊക്കെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല മുരിഞ്ഞു വരുമ്പോൾ ആ മുള്ളൊക്കെ നമുക്ക് കടിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അതുപോലെയുള്ള മീനൊക്കെ, ചെറിയ മീൻ വറുക്കുമ്പം ഈ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്നിച്ച് തന്നെ തിരുമ്മി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട്. അതിനായിട്ട് കുറച്ച് മുളക് പൊടി എടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള പൊടി വേണമെങ്കിൽ ആ പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടിക്ക് കൂടാൻ മാത്രം ഉപ്പ്, ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുളക് പൊടിക്ക് കൂടാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ വിനീഗർ വേണം. പിന്നെ കുഴയാൻ പാകത്തിന് വെള്ളവും കൂടി ചേർക്കണം. ഒത്തിരി വെള്ളം വേണ്ട, ഇതൊന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. എത്രയും കൂടെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് വേണം, അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് തേച്ച് കൊടുക്കണം. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇതിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ വേണം. അത് നമുക്ക് മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് ശരിക്കും ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. അവരിതിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട്. പിന്നെ കൊക്കം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസും ഇതിൽ ചേർക്കുന്നുണ്ട്. പുളി ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അത്. അപ്പോൾ അതിന് പകരമാണ് ഞാനിവിടെ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ ഫിഷ് ഫ്രൈയിൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 15 മിനിറ്റ് കൂടി മീൻ ഇതുപോലെ പുറത്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്കിതിനൊരു കോട്ടിങ്ങും കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് റവ വേണം. ഒരു അരക്കപ്പോളം റവ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസായിട്ടുള്ളതായാലും മറ്റേ പുട്ടിൻ്റെ ടൈപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഇതിന് കൂടാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എല്ലാം പേരിന് മാത്രം മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ മീനായിട്ടെടുത്ത് നമുക്കിതിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി തേച്ച് ഇതിൽ ഇങ്ങനെ കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതിന് ഉൾവശത്തൊക്കെ കുറച്ച് റവ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം നമ്മൾ ഷാലോ ഫ്രൈ ആണ്, പക്ഷെ സാധാരണ ഫ്രൈ ചെയ്യുന്നതിലും കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോവൻ സ്റ്റൈലാകുമ്പോൾ അവർ കുറച്ച് എണ്ണ ചേർത്തിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ചെറുതായിട്ട് അങ്ങനെ വേവും. നമുക്കത് പോരാ, ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്, അതായിരിക്കും നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഓയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവണ്ട, ഒരു മീഡിയം ചൂട് വന്നാൽ മതി. ആ സമയത്ത് നമ്മൾ മീനിട്ട് കൊടുക്കാം. ഒത്തിരി ചൂടാകുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ചൂട് മതി. മീനിട്ടതിന് ശേഷം ഒരു സൈഡ് കുറച്ചൊന്ന് മുരിഞ്ഞു വരും. ഒരു മുരിച്ചിൽ വന്നു കഴിയുമ്പോൾ ഒത്തിരി മൂക്കാൻ നിൽക്കരുത്, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് മറു സൈഡും അതുപോലെ മൂപ്പിക്കണം.
അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് 1-2 തവണയൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇടേണ്ടി വരും കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണമല്ലോ. മറിക്കുന്ന സമയത്ത് ആ കോട്ടിങ്ങൊക്കെ പോകാതെ ശ്രദ്ധിച്ച് വേണം മറിക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ മുഴുവനായതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി പാടാണ് വറുത്തെടുക്കാൻ. അതേസമയം ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോട്ടിങ്ങൊക്കെ ഈ എണ്ണയിൽ വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ 2 പ്രാവശ്യമായിട്ടൊക്കെ വറക്കുമ്പം അതിൽ കിടക്കുന്ന ആ റവയെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് വേണം പിന്നെ ഫ്രൈ ചെയ്യാൻ കേട്ടോ. ഞാനിതിപ്പോൾ 1 പ്രാവശ്യം എനിക്ക് ഫ്രൈ ചെയ്യാനുള്ളൂ. ഏകദേശം ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, മറുവശവും കുറച്ചുകൂടെ മൂത്ത് വരുമ്പോൾ നമുക്കതൊന്ന് ഒന്നും കൂടെ മറിച്ചിടാം. എന്നിട്ട് മൂത്തില്ലാന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും 1-2 തവണയൊക്കെ മറിച്ചിട്ടിട്ട് നമുക്കിത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മീനിപ്പം നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ മീനാണെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് വറുക്കുക, അപ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമുണ്ടാവും. ഇതിപ്പോൾ വലിയ മീനായതുകൊണ്ട് നമുക്ക് മറിച്ചിടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.